ഹലോ, അപ്പം ഇന്ന് വന്നിരിക്കുന്ന കുറച്ച് OTT റിലീസ് അപ്ഡേറ്റ് ആയിട്ടാണ്. അതിന് പക്ഷേ എല്ലാദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക. സ്റ്റോക്ക് സീരീസ് എഡിഷനിൽ ആദ്യത്തെ മലയാള സിനിമേൻ്റെയാണ്. സ്വർബില്ല സുന്ദര സ്വപ്നം എന്നാണ് സിനിമയ്ക്ക് പേര് നൽകിയിരിക്കുന്നത്. ചിത്രം നമ്മുടെ സൺ നെക്സ്റ്റ് വഴി ഓഗസ്റ്റ് മാസം 1-ാം തീയതി സിനിമ OTT റിലീസിന് കൈമാറുന്നതായിരിക്കും. എന്തായാലും ഈ ഒരു കൊച്ചു മലയാള സിനിമയ്ക്കായിട്ട് കാത്തിരിക്കാം നമുക്ക് സൺ നെക്സ്റ്റിലൂടെ. മറ്റൊരു തെലുങ്കു സീരീസാണ് അറബിക്കടലി എന്ന് പറഞ്ഞ ഒരു തെലുങ്കു സീരീസ്. ഓഗസ്റ്റ് 8-ാം തീയതി ആമസോൺ പ്രൈമിലായിരിക്കും സ്ട്രീമിംഗ് ചെയ്യാൻ പോകുന്നത്. തെലുങ്കു ആണ് ഒറിജിനൽ ലാംഗ്വേജ്. തമിഴ്, മലയാളം, കന്നഡ, ഹിന്ദി എന്നീ ഭാഷകൾ ഡബ് ചെയ്ത ഈ ഒരു വെബ് സീരീസ് നമുക്ക് നമ്മുടെ ആമസോൺ പ്രൈം വീഡിയോയിൽ കാണാൻ സാധിക്കും ഓഗസ്റ്റ് 8-ാം തീയതി മുതൽ. മറ്റൊരു തെലുങ്ക് സിനിമയാണ് റെഡ് സാൻഡൽവുഡ് എന്ന് പറഞ്ഞ സിനിമ. തെലുങ്ക് സിനിമയാണ്. ജൂലൈ മാസം 31-ന് അഥവാ നാളെ ആയിരിക്കും പടം OTT റിലീസ് ചെയ്യാൻ പോകുന്നത്. അതും ഈ TV എന്ന് പറഞ്ഞ ഈ ഒരു OTT പ്ലാറ്റ്ഫോമിൽ. എന്തായാലും കാത്തിരിക്കും നമുക്ക് ഈ TV വിനിൽ വരാൻ പോകുന്ന റെഡ് സാൻഡൽവുഡ് എന്ന് പറഞ്ഞ ചിത്രത്തിൻ്റെ OTT റിലീസിനായിട്ട്. മറ്റൊരു അന്യഭാഷ സിനിമയാണ്, തെലുങ്ക് സിനിമ തന്നെയാണ്. തമിഴു എന്നാണ് സിനിമയ്ക്ക് പേര് നൽകിയിരിക്കുന്നത്. ചിത്രം ഓഗസ്റ്റ് 1-ാം തീയതി നെറ്റ്ഫ്ലിക്സ് വഴിയായിരിക്കും OTT റിലീസ് ചെയ്യുന്നത്. ചിത്രം തെലുങ്ക് സിനിമയാണെങ്കിലും തമിഴ്, മലയാളം അതുപോലെ തന്നെ കന്നഡ ലാംഗ്വേജസിൽ ഡബ് ചെയ്ത സിനിമ നെറ്റ്ഫ്ലിക്സിൽ OTT റിലീസ് ചെയ്യുന്നതായിരിക്കും ഓഗസ്റ്റ് 1-ാം തീയതി. കാത്തിരിക്കാം നമുക്ക്. സിദ്ധാർത്ഥ് ശരത് കുമാർ അഭിനയിച്ച ഏറ്റവും പുതിയ തമിഴ് സൂപ്പർ ഹിറ്റ് സിനിമയാണ് 3BHK എന്ന് പറഞ്ഞൊരു സിനിമ. ഒരു മിഡിൽ ക്ലാസ് ഫാമിലീൻ്റെ സ്വപ്നമാണ് ഒരു 3 BHK വീട് എന്നതാണ് തോന്നുന്നത് ഈ ഒരു സിനിമയുടെ കഥ കണ്ടിട്ട്, അല്ലെങ്കിൽ ട്രെയിലർ കണ്ടിട്ട്. എന്തായാലും ഓഗസ്റ്റ് 1-ന് തമിഴ്, തെലുങ്ക് എന്നീ ഭാഷകളിൽ സിംപ്ലി സൗത്ത് വഴി ചിത്രം OTT റിലീസ് കൈമാറുകയാണ്. ഇന്ത്യയിലെ ആമസോൺ പ്രൈമിലും സിനിമ അവൈലബിൾ ആയിരിക്കും. മറ്റൊരു മലയാള സിനിമേൻ്റെ OTT റിലീസാണ് സൂപ്പർ സിന്ദഗി എന്ന് പറഞ്ഞ സിനിമ. ധ്യാൻ ശ്രീനിവാസൻ അതുപോലെ തന്നെ നമ്മുടെ മുകേഷ് എന്നിവർ അഭിനയിച്ച ഒരു സിനിമയാണ് സൂപ്പർ സിന്ദഗി എന്ന് പറഞ്ഞ സിനിമ. ഓഗസ്റ്റ് മാസം 1-ാം തീയതി മനോരമ മാക്സ് വഴി മലയാളത്തിൽ ചിത്രം OTT റിലീസിന് പോകുന്നതാണ്. നമ്മുടെ അമീർ ഖാൻ്റെ പ്രൊഡക്ഷൻ കമ്പനിയാണ് അമീർ ഖാൻ പ്രൊഡക്ഷൻ ടോക്കീസ് എന്ന് പറഞ്ഞിട്ട്. ആ ഒരു ടോക്കീസ് എന്ന് പറഞ്ഞ യൂട്യൂബ് ചാനലുണ്ട്. ആ ചാനൽ വഴിയായിരിക്കും സിത്താര ജമീൻ പർ എന്ന് പറഞ്ഞ ഈ ഒരു ഹിന്ദി സിനിമ OTT റിലീസ് ചെയ്യാൻ പോകുന്നത്. അതും സിനിമ കാണണമെങ്കിൽ യൂട്യൂബിൽ നിന്ന് കാണാൻ പറ്റും. 100 രൂപ എടുത്തിട്ട് നമുക്ക് ഓഗസ്റ്റ് 1-ാം തീയതി മുതൽ ലഭിക്കുന്നതായിരിക്കും ഇദ്ദേഹത്തിൻ്റെ ഈ ഒരു യൂട്യൂബ് ചാനൽ വഴി. എന്തായാലും പുള്ളിക്കാരൻ്റെ സ്വന്തം യൂട്യൂബ് ചാനലിൽ പുള്ളിക്കാരൻ്റെ സിനിമ കാണാൻ പറ്റും പൈസ കൊടുത്തിട്ട് 100 രൂപ. മറ്റൊരു സിനിമയാണ് ജിൻ എന്ന് പറഞ്ഞ തമിഴ് സിനിമ. ഈ സിനിമേൻ്റെ തെലുങ്കു പതിപ്പ് ഈ വരുന്ന ഓഗസ്റ്റ് 1-ാം തീയതി സൺ നെക്സ്റ്റ് വഴി OTT റിലീസ് ചെയ്യുന്നതായിരിക്കും. തമിഴ് പതിപ്പ് തിയേറ്റർ റിലീസിന് ശേഷം OTT റിലീസ് ചെയ്തിട്ടുണ്ടായിരുന്നു. ഒരു ദുരന്തം സിനിമയാണ്. അത് തെലുങ്ക് റിലീസ് വന്നിരിക്കുകയാണ് OTT റിലീസ്. മറ്റൊരു സിനിമയാണ് ചക്രയുഗം എന്ന് പറഞ്ഞ സിനിമ. ഓഗസ്റ്റ് 1-ാം തീയതി ആയിരിക്കും പടം OTT റിലീസ് ചെയ്യുന്നത്. ഒരു തമിഴ് സിനിമയാണിത്. അഹാ തമിഴ് വഴിയായിരിക്കും ഈ ഒരു ചക്രയുഗം എന്ന് പറഞ്ഞ സിനിമ OTT റിലീസിൽ പോകുന്നത്. അഹാ തമിഴ് എന്ന് പറഞ്ഞ OTT പ്ലാറ്റ്ഫോമിൽ. കാത്തിരിക്കാം നമുക്ക് പടത്തിൻ്റെ OTT റിലീസിനായിട്ട്. മറ്റൊരു അവസാനത്തെ സിനിമേൻ്റെ OTT അപ്ഡേറ്റ് ആണ് നമ്മുടെ സുരൈ അതുപോലെ തന്നെ കല്യാണി പ്രിയദർശൻ ഐശ്വര്യലക്ഷ്മി എന്നിവർ അഭിനയിച്ച സിനിമയാണ് മാമൻ എന്ന് പറഞ്ഞ സിനിമ. അങ്ങനെ ഒഫീഷ്യലായിട്ട് ZEE5 ചിത്രത്തിൻ്റെ OTT റിലീസ് പ്രഖ്യാപിച്ചിരിക്കുകയാണ്. ഓഗസ്റ്റ് 8-നായിരിക്കും പടം OTT റിലീസ് ചെയ്യുന്നത്. കൂടുതൽ OTT സിനിമ വാർത്തകൾക്കായിട്ട് സബ്സ്ക്രൈബ് ചെയ്യുക സ്റ്റോക്ക് സ്റ്റുഡിയോസ് യൂട്യൂബ് ചാനൽ.